ഹായ് ഗൈസ്, നമ്മൾ മലയങ്കി ക്രിസ്മസ് കാർണിവലിൽ കാണാൻ പോയിരുന്നു. അവിടെ 40 അടുപ്പൊക്കെയുള്ള വലിയ ക്രിസ്മസ് ഒപ്പനൊക്കെ ഉണ്ടായിരുന്നു. അവിടെ പലതരം ലൈറ്റേഴ്സ് ഉണ്ടായിരുന്നു. ആ ലൈറ്റേഴ്സിൻ്റെ അടുത്തുനിന്ന് എനിക്ക് വരാനേ തോന്നിയിരുന്നില്ല. അത്രയ്ക്ക് നല്ല ലൈറ്റേഴ്സ് ആയിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്നത്. ഇതാണ് കേട്ടോ ക്രിസ്മസ് ഒപ്പന, വലിയ ക്രിസ്മസ് ഒപ്പനാണ്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഇത്രയും ക്രിസ്മസ് ഒപ്പന കാണുന്നത്, ഇത്രയും വലിയ ക്രിസ്മസ് ഒപ്പന. പിന്നെ അവിടെ മഞ്ഞ് വീഴും പോലെയൊക്കെ നമുക്ക് തോന്നിയിരുന്നു. പിന്നെ ഇതേപോലത്തെ ചെറിയ ക്രിസ്മസ് ട്രീകളും ഉണ്ടായിരുന്നു കേട്ടോ. ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ക്രിസ്മസ് ട്രീകളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ ഇങ്ങനെ മഞ്ഞ് വീഴ്ന്ന് കിടക്കുന്ന ക്രിസ്മസ് ട്രീ പോലെയായിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്നത്. കുറേ ക്രിസ്മസ് ട്രീ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് നേരെ നമ്മൾ നടന്നു പോയി ഇതേപോലത്തെ ലൈറ്റ് ഹൗസൊക്കെ ഇരുന്ന് ഫോട്ടോ എടുക്കാം, പിക്ചേഴ്സ് എടുക്കാനായിരുന്നു നമുക്ക് പോയത്. അവിടെ നിന്ന് നമ്മൾ ഈ ക്രിസ്മസ് ഒപ്പനൊക്കെ കണ്ട് നേരെ കുറച്ച് പിക്ചേഴ്സ് എടുക്കാൻ പോയിരുന്നു. അവിടെ ഇങ്ങനെ സൂര്യകാന്തി പൂവൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു കേട്ടോ. അവിടെ നിന്ന് കുറച്ച് പിക്ചേഴ്സൊക്കെ എടുക്കാൻ പോയി. അവിടെ നിന്നും കുറച്ച് പിക്ചേഴ്സൊക്കെ എടുത്ത് അവിടെ കുറേ നേരം ചിലവഴിച്ചു കേട്ടോ. അതിൻ്റെ ഇടയിൽ കാണാൻ തന്നെ നല്ലൊരു വ്യൂ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് നേരെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ പോയത് അവിടെ നിന്ന് നമ്മൾ ബെത്ലഹേം എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലേക്കാണ് പോയിരുന്നത്. അവിടെ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നു കേട്ടോ. ബെത്ലഹേം എന്ന് പറയുന്ന ഒരു ഗ്രാമം അവിടിങ്ങനെ ഒരാൾക്കാർ നടന്നു പോലെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ബെത്ലഹേം എന്ന് പറയുന്ന ഗ്രാമത്തിൽ ആ കുടിലിൽ നിന്ന് ഇറങ്ങുന്ന പോലെയൊക്കെ ഉണ്ടായിരുന്നു, ഇറങ്ങി നടന്നു പോകുന്ന പോലെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നു കേട്ടോ ചെറിയൊരു അവിടെ ഇങ്ങനെ വെള്ളച്ചാട്ടമൊക്കെ ഇങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുതിര ഉണ്ടായിരുന്നു കേട്ടോ, കുതിര ഉണ്ടായിരുന്നു. പിന്നെ ഇതേപോലത്തെ ചട്ടിയൊക്കെ വെക്കുന്ന കട പോലെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കട പോലെയൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നല്ല ലൈറ്റേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ അവിടെയും. പിന്നെ ഇതേപോലത്തെ കുതിര ഉണ്ടായിരുന്നു. പിന്നെ ഇതേപോലത്തെ ചെറിയൊരു വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ നടന്നൊരു ചെറിയ എന്ന് വെച്ചാൽ കുഞ്ഞൊരു പാലത്തിലാണ് കയറി പോവേണ്ടത് കേട്ടോ. ഇതേപോലത്തെയൊക്കെ കട ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ ചെറിയൊരു പാലത്തിലേക്കാണ് കയറി പോകുന്നത്. അവിടെ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ് കേട്ടോ അവിടെ വീഴുന്നത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ആ ചെറിയ പാലം ഇറങ്ങിയിട്ട് നമ്മൾ നേരെ പോയത് ചെമ്മരിയാട് അങ്ങനെയുള്ള കുറച്ച് ആട്ടിൻകുട്ടികളെയൊക്കെ കാണാനാണ് കേട്ടോ നമ്മൾ പോയിരുന്നത്. അവിടെ ആട്ടിൻകുട്ടികളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നു കേട്ടോ. കുറേ മൃഗങ്ങളുണ്ടായിരുന്നു അവിടെ. ഞാൻ ആട്ടിൻകുട്ടിയെ തൊട്ടു കേട്ടോ. അങ്ങനെ അവിടെ പുൽക്കൂട് പോലെയൊക്കെ സെറ്റാക്കി വെച്ചിരുന്നു കേട്ടോ. അവിടെ ഉള്ള മൃഗങ്ങൾ അത്രയും ആ കൂട്ടിനകത്തുണ്ടായിരുന്നു കേട്ടോ. അവിടെ നമുക്ക് തൊടയൊക്കെ ചെയ്യാം. ഞാൻ തൊട്ടു കേട്ടോ. പിന്നെ കുഞ്ഞു പ്രാവുകളുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ പ്രാവുകളും ആടുകളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കഴുത ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. കിളികളും ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. പുൽക്കൂടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പുൽക്കൂട് പിന്നെ അവിടെയും ലൈറ്റേഴ്സ് ഉണ്ടായിരുന്നു. പുൽക്കൂടുണ്ടായിരുന്നു. പുൽക്കൂട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പുൽക്കൂടിൽ നല്ല ലൈറ്റും ഒക്കെ ഇട്ട് അലങ്കരിച്ച് വെച്ചേക്കണം കേട്ടോ പുൽക്കൂട്. നമ്മൾ ആ പുൽക്കൂടിൻ്റെ അവിടെ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒട്ടകം ഒക്കെ ഉണ്ട്. അടുത്ത് നമ്മൾ പുൽക്കൂടാണ് കേട്ടോ പുൽക്കൂടിൻ്റെ അവിടെയും ചെറിയ ആട്ടിൻകുട്ടികളുണ്ടായിരുന്നു കേട്ടോ. പുൽക്കൂടിൻ്റെ അവിടെയും പുൽക്കൂട് കണ്ട് അവിടെയും ഒട്ടകത്തിൻ്റെ അടുത്തൊക്കെ നിന്ന് ചെറിയൊരു വീഡിയോസൊക്കെ എടുത്തു. വീഡിയോയും എടുത്തു. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും എടുത്തു കേട്ടോ. അവിടെ നിന്ന് നേരെ നമ്മൾ കുറച്ച് അവിടെ നിന്ന് ലൈറ്റ് കണ്ടിട്ട് അവിടെ നിന്ന് നമ്മളെ ഇറങ്ങി. അവിടെ കുറേ ലൈറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ തൂക്കി ഇട്ടിരുന്നു കേട്ടോ കുറേ ലൈറ്റ്. എനിക്കത് കണ്ടിട്ട് എനിക്ക് നല്ല സന്തോഷം. എനിക്ക് അവിടെ നിന്ന് വരാനേ തോന്നിയിരുന്നില്ല കേട്ടോ ആ ലൈറ്റിൻ്റെ അടുത്തുനിന്ന്. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോ എടുത്തു കേട്ടോ ആ ലൈറ്റിൻ്റെ അടുത്തുനിന്നും. കുറേ ലൈറ്റേഴ്സ് ഉണ്ടായിരുന്നു. ശരിക്കും ലൈറ്റ് ഉണ്ടായിരുന്നു. കുറേ നടക്കം ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. കുറേ ലൈറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ ആർച്ച് പോലെയാണ് കേട്ടോ ലൈറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ലൈറ്റ് ആർച്ച് പോലെയാണ് കേട്ടോ. അവിടെ നിന്നും കുറച്ച് ഫോട്ടോ എടുത്ത് അവിടെ നിന്നും കുറച്ച് നടക്കമുണ്ട് കേട്ടോ. എനിക്ക് അവിടെയാണെങ്കിൽ കണ്ടപ്പോൾ തന്നെ ഒരു ഇതാണ് കേട്ടോ. അവിടെ നിന്നപ്പോൾ എനിക്ക് തിരിച്ച് വരാൻ തോന്നിയിരുന്നില്ല. എന്ന് വെച്ചാൽ ഇത്രയും പലതരം ലൈറ്റേഴ്സ് ഉണ്ടായിരുന്നു. നമ്മളെ പ്രായത്തിലുള്ള കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ലൈറ്റാണ് കേട്ടോ ഇവിടെ. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കുക ഗൈസ്.
അത്രയ്ക്ക് നല്ല എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അവിടെ പോയാൽ നമുക്ക് എത്ര നേരം വേണോ പോകാൻ പറ്റും. പിന്നെ നമ്മൾ പോയത് ഇഗ്ലൂവിലാണ് കേട്ടോ. ഇഗ്ലൂ അവിടെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇഗ്ലൂ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ആ ഇഗ്ലൂ ആണ്. പിന്നെ സ്നോമാൻ ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് സ്നോമാൻ ഉണ്ടായിരുന്നു, പെൻകിൻ ഉണ്ടായിരുന്നു, സ്നോമാനും ഉണ്ടായിരുന്നു, പെൻകിനും ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ കുറച്ചേരം നിന്ന് അവിടെയും ഫോട്ടോസ് എടുത്തു കേട്ടോ. അവിടെ നിന്നും കുറച്ചിരുന്ന് അവിടെ ചെറിയൊരു തണുപ്പ് ഫീൽ ചെയ്യും കേട്ടോ നമുക്ക് അവിടെ. പിന്നെ പെൻകിൻ്റെ പടമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ ക്രിസ്മസ് ട്രീ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് നേരെ പോകുമ്പോൾ വീണ്ടും ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടായിരുന്നു. പിന്നെ സ്നോമാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് അവിടെ അതിനകത്ത് കയറിയപ്പോൾ നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ അതിനകത്ത്. പിന്നെ ക്രിസ്മസ് അപ്പൂപ്പനെയൊക്കെ കണ്ടു. പിന്നെ അവിടെ ഇങ്ങനെ മഞ്ഞ് വീഴുമ്പോഴൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു നമുക്ക്. അവിടെ ക്രിസ്മസ് അപ്പൂപ്പനെയൊക്കെ കണ്ടു. ക്രിസ്മസ് അപ്പൂപ്പൻ പിന്നെ മറ്റേ വണ്ടിയിലിരിക്കുന്നതായിട്ട് കണ്ടു കേട്ടോ. പിന്നെ അവിടെയും ചെറിയൊരു സ്നോമാൻ ഉണ്ട്. അവിടെ ആ ക്രിസ്മസ് അപ്പൂപ്പൻ്റെ അടുത്തിരുന്ന് ചെറിയൊരു ഫോട്ടോസൊക്കെ എടുത്തു. നമ്മൾ മഞ്ഞിക്കൂടെ നടക്കും പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്തിരുന്നു. അവിടെ നിന്ന് നേരെ നമ്മൾ ഇറങ്ങി. കുറച്ച് കടകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ നിന്ന് ഇറങ്ങിയപ്പം കുറേ കടകളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ശരിക്കും ലൈറ്റ് കാണാനൊക്കെ പോയിരുന്നു. അവിടെ ചെറിയ പള്ളിയിൽ ശരിക്കും ലൈറ്റ് ഇട്ടിരുന്നു കേട്ടോ. അത് കാണാനായിട്ടാണ് നമ്മൾ പോയിരുന്നത്. നമ്മളെ പ്രായത്തിലുള്ള എല്ലാ പിള്ളേർക്കും ഇഷ്ടപ്പെടുന്ന തരം ലൈറ്റ് കാണാനാണ് നമ്മൾ പോരുന്നത്. അവിടെ ഇഷ്ടംപോലെ ലൈറ്റ് ഉണ്ടായിരുന്നു. ആ ലൈറ്റിൻ്റെ അടുത്തൊക്കെ നിന്ന് നമ്മൾ സെൽഫി എടുത്തു കേട്ടോ. കുറേ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ നിന്ന്. ഇത് നമുക്ക് വലിയ ഇഷ്ടപ്പെടും കേട്ടോ. അവിടെ പള്ളിയിലെ അകത്ത് പോകുമ്പോൾ വലിയ ലൈറ്റ് കൊണ്ടുള്ള വലിയ ക്രിസ്മസ് ട്രീ ആണ് കേട്ടോ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. പിന്നെ ഒട്ടക സവാരിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് പേടിയായതുകൊണ്ട് ഞാൻ ഒട്ടക സവാരിയിലൊന്നും കയറിയില്ല. ഇതാണ് കേട്ടോ ക്രിസ്മസ് ട്രീ. വലിയ ക്രിസ്മസ് ട്രീ ആണ്. ലൈറ്റ് കൊണ്ട് അലങ്കരിച്ചേക്കുന്ന വലിയ ക്രിസ്മസ് ട്രീ ആണ് കേട്ടോ. ആ ക്രിസ്മസ് ട്രീയുടെ അടുത്ത് നിന്ന് തന്നെ കുറേ ഫോട്ടോ എടുത്തിട്ടുണ്ട്. പിന്നെ 2026 എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. അവിടെ നിന്നും ഫോട്ടോ എടുത്ത് ഇതാണ് കേട്ടോ വലിയ ക്രിസ്മസ് ട്രീ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ ക്രിസ്മസ് ട്രീയുടെ അടുത്ത് നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ 2026 അടുത്ത് നിന്ന് ഫോട്ടോ എടുത്തു. അവിടെ നിന്നും കുറച്ച് ഫോട്ടോ എടുത്തു കേട്ടോ. ഞാൻ ഇങ്ങനെ ഓടി നടക്കായിരുന്നു കേട്ടോ എല്ലാ സ്ഥലവും കാണാൻ വേണ്ടി. അവിടെ നിന്ന് നമ്മൾ നേരെ കുറേ ലൈറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് നേരെ നമ്മൾ പോയത് അടുത്ത് നമ്മൾ പള്ളിയിലോട്ടായിരുന്നു കേട്ടോ പോയത്. ഇവിടെ പള്ളിയിലുള്ള ഒരു വ്യൂ ആണ്. പള്ളിയുടെ മുകളിലുള്ള ഒരു വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. പള്ളിയുടെ മുകളിൽ നല്ല വ്യൂ ആയിരുന്നു കേട്ടോ. ലൈറ്റ് ഹൗസൊക്കെ ഉള്ള നല്ല വ്യൂ ഉണ്ടായിരുന്നു. അങ്ങനെ കണ്ട കുറേ വ്യൂസ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അവിടെ നിന്ന് നേരെ പോകുന്നു. അവിടെ നിന്ന് നമ്മൾ കുറേ ലൈറ്റ് കണ്ട് പോകുന്നത് വെള്ളച്ചാട്ടത്തിലാണ് കേട്ടോ. കുറേ നടക്കാൻ ഉണ്ടായിരുന്നു കേട്ടോ വെള്ളച്ചാട്ടത്തിലോട്ട് പോവാൻ. എന്നാൽ നമ്മൾ കുറേ ശരിക്കും നടക്കാൻ ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ കാലൊക്കെ കുറേ കടകളുണ്ടായിരുന്നു കേട്ടോ. അവിടെ ചെറിയ ചെറിയ കളിപ്പാട്ടങ്ങളെല്ലാം കടകളുണ്ടായിരുന്നു. പിന്നെ ഇതേപോലത്തെ കൊടയിൽ ലൈറ്റേഴ്സൊക്കെ വച്ചിരിക്കുന്ന അങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു. നമ്മളവിടെ ഏകദേശമൊക്കെ എത്താറായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം നമ്മളവിടെ നിന്ന് നേരെ എത്തിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ആ വെള്ളച്ചാട്ടം. എങ്ങനെയുണ്ട് ആ വെള്ളച്ചാട്ടം? സൂപ്പറല്ലേ? നമ്മളെ പ്രായത്തിലുള്ള ഏറ്റവും ഇഷ്ടപ്പെട്ടവർക്ക് നമുക്ക് കടലിൻ്റെ അടുത്ത് പോകുന്ന പോലെ തോന്നും കേട്ടോ. നമ്മളെ പ്രായത്തിലുള്ള എല്ലാ കുട്ടികൾക്കും ഇത് ഇഷ്ടപ്പെടും കേട്ടോ. നമ്മളെ പ്രായത്തിലുള്ള എല്ലാ കുട്ടികൾക്കും ഇഷ്ടപ്പെടും. നമ്മളെ പ്രായത്തിലുള്ള കുട്ടികൾക്ക് തന്നെ അതിലോട്ട് ഇറങ്ങാൻ തോന്നും കേട്ടോ. അത്രയ്ക്ക് ഇഷ്ടമാണ് കേട്ടോ. ഞാൻ അതിൻ്റെ അടുത്തൊക്കെ നിന്ന് ഫോട്ടോയും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ്